So അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രോബ്ലം ഇതാണ്. ഡിറ്റർമിൻ ദ curve passing through two given points x1, y1 and x2, y2 and such that area of the surface of revolution obtained by revolving the area bounded by the curve, the x-axis, the ordinates at x equal to x1 and x equal to x2 about the x-axis is minimum. So area of surface of revolution minimum ആവുന്ന x1, y1നെയും x2, y2നെയും യോജിപ്പിക്കുന്ന കർവ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ യു ജി ലെവലിൽ ഏരിയ ഓഫ് സർഫസ് ഓഫ് റെവല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയൊക്കെ പഠിച്ചിട്ടുണ്ട്. അത് ഇന്റഗ്രൽ x1 to x2 2πy സ്ക്വയർ റൂട്ട് ഓഫ് 1 + dy by dx ഹോൾ സ്ക്വയർ dx എന്നുള്ളതാണ് ഏരിയ ഓഫ് സർഫസ് ഓഫ് റെവല്യൂഷൻ കാണാനുള്ള ഫോർമുല. അപ്പോൾ നമുക്ക് ഈ ഇന്റഗ്രല് മിനിമം ആവുന്ന y ഏതാണ് എന്നാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. സോ അതൊരു കാൽക്കുലസ് ഓഫ് വേരിയേഷൻസ് പ്രോബ്ലം ആയിട്ട് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വി ഹാവ് ടു ഫൈൻഡ് y ഈക്വൽ ടു y ഓഫ് x സച്ച് ദാറ്റ് ദിസ് ഇന്റഗ്രൽ i ഈസ് മിനിമം. സോ ജനറൽ കാൽക്കുലസ് ഓഫ് വേരിയേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഇവാലുവേറ്റ് y ഈക്വൽ ടു y ഓഫ് x സച്ച് ദാറ്റ് ഇന്റഗ്രൽ x1 to x2 f of x by y dash dx ഈസ് മിനിമം. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ വൈ ഡാഷ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇവിടുത്തെ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ y ഇൻറ്റു 2π ഇല്ലെങ്കിലും കുഴപ്പം, 2π കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അത് ഈ ഫംഗ്ഷന്റെ മിനിമം ആണോ അല്ലെങ്കിൽ ആ ഇന്റഗ്രൽ മിനിമം ആണോ മാക്സിമം ആണോ എന്നുള്ളതിനൊന്നും 2π എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ഒരു ഭാഗതയും ഇല്ല. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇത് നമുക്കൊരു സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് കിട്ടും. നമുക്ക് കിട്ടുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇതാണ്, y ഡാഷ് ഈക്വൽ ടു റൂട്ട് ഓഫ് y സ്ക്വയർ മൈനസ് c സ്ക്വയർ ബൈ c എന്നുള്ളതാണ്. അപ്പൊ അത് സെപ്പറബിൾ ഇക്വേഷൻ ആണ്. അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ cos h ഇൻവേഴ്സ് y ബൈ c എന്നുള്ളതാണ് ഈ 1 ബൈ റൂട്ട് ഓഫ് y സ്ക്വയർ മൈനസ് c സ്ക്വയറിന്റെ ഇന്റഗ്രൽ. 1 ബൈ സിയുടെ ഇന്റഗ്രൽ x ബൈ c, 1ന്റെ ഇന്റഗ്രൽ x. സോ y ഈക്വൽ ടു c ഇൻറ്റു cos h x ബൈ c പ്ലസ് t. അത് നമ്മൾ കാറ്റനറി എന്ന് പറയുന്ന കർവാണ്. ഹാങ്ങിങ് ചെയിൻ ആണ് നമ്മൾ പൊതുവെ കാറ്റനറി എന്ന് പറയാം. ഹാങ്ങിങ് ചെയിന്റെ ഷേപ്പുള്ള കർവിനെയാണ് നമ്മൾ കാറ്റനറി എന്നുള്ള പേര് വിളിക്കും. നമ്മളത് യു ജി ലെവലിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഈ കാറ്റനറി ആണ് ഏരിയ ഓഫ് സർഫസ് ഓഫ് റെവല്യൂഷൻ ഏറ്റവും മിനിമം ആയിട്ടുള്ള രണ്ട് പോയിന്റുകളെ തമ്മിൽ യോജിപ്പിക്കുന്ന കർവ്. ഓക്കെ, അപ്പൊ അത് ഒരു കാൽക്കുലസ് ഓഫ് വേരിയേഷൻ പ്രോബ്ലം ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ നമ്മൾ ഇന്നലെ കണ്ട ഇതെല്ലാം വളരെ ഏജ് ഓൾഡ് പ്രോബ്ലംസ് ആണ്. ഈവൻ കാൽക്കുലസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ പറയുന്ന നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത രണ്ട് പോയിന്റുകളെ, പ്ലെയിനിലുള്ള രണ്ട് പോയിന്റുകളെ യോജിപ്പിക്കുന്ന ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് കാൽക്കുലസിന് മുമ്പ് തന്നെ ഗ്രീക്ക് മാത്തമാറ്റീഷ്യൻസ് പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ കാൽക്കുലസ് ഉപയോഗിച്ചിട്ടാണ്. കാൽക്കുലസ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടണിന് ശേഷമാണ്. അപ്പോൾ മോഡേൺ മാത്തമാറ്റിക്സ് ഒക്കെ ഡെവലപ്പ് ചെയ്തതിന് ശേഷം ഉള്ളൊരു മെത്തേഡിലാണ് നമ്മളിത് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അതല്ലാതെ ജിയോമെട്രി മാത്രം, പ്യൂർ ജിയോമെട്രി മാത്രം ഉപയോഗിച്ചിട്ടും ഈ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ടത് രണ്ട് പോയിന്റുകൾ യോജിപ്പിക്കുന്ന ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആണെന്നും ഇപ്പൊ നമ്മൾ ഒബ്സർവ് ചെയ്തത് രണ്ട് പോയിന്റുകൾ യോജിപ്പിക്കുന്ന ഏരിയ ഓഫ് സർഫസ് ഓഫ് റെവല്യൂഷൻ ഏറ്റവും കുറവുള്ള കർവ് എന്ന് പറയുന്നത് കാറ്റനറി ആണെന്നുള്ളത്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ എന്താ പറയുക, ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കലി ഫേമസ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്, നോൺ ആസ് ബ്രാക്കിസ്റ്റോക്രോൺ പ്രോബ്ലം. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്രാക്കിസ്റ്റോക്രോൺ പ്രോബ്ലം എന്ന് പറയുന്നതും ഗ്രീക്ക് മാത്തമാറ്റീഷ്യൻസ് ബിഫോർ ക്രൈസ്റ്റ് അവർ എന്താ പറയുക, ഈ ഗ്രീക്ക് മാത്തമാറ്റിക്സ് ആണല്ലോ അന്നത്തെ ട്രിഗണോമെട്രിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അവർ ഈ ബ്രാക്കിസ്റ്റോക്രോൺ പ്രോബ്ലം അവർ കംപ്ലീറ്റ്ലി സോൾവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മളത് കാൽക്കുലസിന്റെ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ബ്രാക്കിസ്റ്റോക്രോൺ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് പോയിന്റുകളെ യോജിപ്പിക്കുന്ന ക്വിക്കസ്റ്റ് ഡിസെൻഡ് ആയിട്ടുള്ള പാത്ത് ഏതാണെന്ന്. ക്വിക്കസ്റ്റ് ഡിസെൻഡ് പാത്ത് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമുക്ക് ഈ രണ്ട് പോയിന്റുകളെ നമുക്ക് പലതരത്തിലും കർവുകൾ ഉപയോഗിച്ചിട്ട് യോജിപ്പിക്കാം. അപ്പോൾ പലതരത്തിൽ കർവുകൾ ഉപയോഗിച്ചിട്ട് യോജിപ്പിക്കുമ്പോൾ ഈ ഓരോ കർവുകളിലും നമ്മളിപ്പോൾ ഒരു കടുകുമണിയോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബോളോ, കടുകുമണി വിചാരിച്ചോളൂ, ആ കടുകുമണി നമ്മൾ അതിന് ഇട്ട് കഴിഞ്ഞാൽ അത് ഈ കർവിലൂടെ പാസ് ചെയ്ത് വരുമ്പോൾ, ഏത് കർവിലൂടെ പാസ് ചെയ്ത് വരുമ്പോഴാണ് അത് ഏറ്റവും ആദ്യം, ഇപ്പൊ എയും ബിയും ആണ് രണ്ട് പോയിന്റുകളെങ്കിൽ എയിൽ നിന്ന് നമ്മളൊരു ചെറിയൊരു ഒരു കടുകുമണി നമ്മൾ ഈ പാത്തിലൂടെ സഞ്ചരിക്കാൻ അനുവദിക്കുമ്പോൾ ഏത് പാത്തിലൂടെയാണ് അല്ലെങ്കിൽ ഏത് കർവിലൂടെയാണ് ഏറ്റവും ആദ്യം അത് ബിയിൽ എത്തിച്ചേരുക എന്ന് പറയുന്നത് ഏറ്റവും ഷോർട്ടസ്റ്റ് ടൈമിൽ. അപ്പോൾ ടു ഫൈൻഡ് ദ കർവ് കണക്ടിങ് ടു സ്പെസിഫൈഡ് പോയിന്റ്സ് എ ആൻഡ് ബി നോട്ട് ഓൺ എ വെർട്ടിക്കൽ ലൈൻ possessing the property that
a moving particle slides down this curve from A to B in the shortest time. സോ അതായത് ക്വിക്കസ്റ്റ് ഡിസെൻഡ് എന്നുണ്ട്. ഇത് ചില നമ്മുടെ ഈവൻ എന്താ പറയുക കോഴിക്കോട്ടെ പ്ലാനറ്റോറിയത്തിൽ തന്നെ ഇപ്പം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, കുറച്ച് മുമ്പൊക്കെ ഉണ്ടായിരുന്നു. കോവിഡൊക്കെ അതിന് മുമ്പ് എനിക്ക് അത്ര റീസെൻ്റ് ആയിട്ട് ഞാൻ പോയിട്ടില്ല. അവിടെ ഇതിൻ്റെ ഒരു ഫിസിക്കൽ എക്സ്പെരിമെന്റ് പ്രോബ്ലം ഉണ്ട്. അവിടെ ഇങ്ങനെ എന്താ പറയുക ഒരു അത് അവിടെ ഒരു ചെറിയ എന്താ പറയുക ഒരു നല്ല ഷോർട്ട് പുട്ടിനൊക്കെ എറിയണ പോലത്തെ ഒരു ബോളൊക്കെ വെച്ചിട്ടുള്ളത്. അത് നമുക്ക് 2 ബോളുകളുണ്ട്. അപ്പോൾ അവിടെ അവർ കൊടുത്തിട്ടുള്ള ഒരു കർവ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ, നേരെ ആ 2 നമ്മൾ യോജിപ്പിക്കുന്ന ലൈനും, മറ്റൊന്ന് ഇതിന്റെ സൈക്ലോയിഡ് ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. സൈക്ലോയിഡും ഉണ്ടാവും. അപ്പോൾ പൊതുവിൽ കുട്ടികൾക്കൊക്കെ അത് കൗതുകമാണ്. എല്ലാവരും വിചാരിക്കുക സ്ട്രെയിറ്റ് ലൈനിൽ കൂടെയാണ് അത് ഏറ്റവും ആദ്യം താഴത്തെ പോയിന്റിൽ എത്തുക എന്നുള്ളതാണ്. പക്ഷേ ദ ഫാക്ട് ഈസ് ദാറ്റ് സൈക്ലോയിഡിലൂടെയാണ് അത് ആദ്യം എത്തുക എന്നുള്ളതാണ്. അതൊരു ഏജ് ഓൾഡ് പ്രോബ്ലം ആണ്. നമ്മൾ ഇവിടെ കാൽക്കുലസ് ഓഫ് വേരിയേഷന്റെ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് അത് സോൾവ് ചെയ്യുന്നതാണ്. ഇറ്റ്സ് നോൺ ആസ് ബ്രാക്കിസ്റ്റോക്രോൺ പ്രോബ്ലം. ബ്രാക്കിസ്റ്റോക്രോൺ എന്ന് പറഞ്ഞാൽ ഷോർട്ടസ്റ്റ് പാത്ത് എന്നുള്ള അർത്ഥത്തിലാണ് ഈ ബ്രാക്കിസ്റ്റോക്രോൺ എന്നുള്ള പദം വരുന്നത്. സോ അതാണ് ആ പ്രോബ്ലത്തെ കുറിച്ച് വിശദീകരിക്കാനുള്ളത്. ഇനി അത് ഇവാലുവേറ്റ് ചെയ്യുന്നത് അഗെയിൻ അതിനൊരു കാൽക്കുലസിന്റെ ഡെവലപ്മെന്റിന് ശേഷം ഈ അവിടെ നമ്മൾ ഈ പറയണ എന്താ പറയേണ്ടത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അത് കിടക്കുന്നത്. അതാണ് ആ ഇക്വേഷന്റെ ഡെറിവേഷൻ ഒക്കെ. I equal to integral x1 to x2 root of 1 plus y dash square by square root of 2gy എന്നുള്ളതാണ്. 2gy dx ഓഫ് കോഴ്സ്, അതാണ് അതിന്റെ ഫോർമുല കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് വരിക. അപ്പോൾ ഇവിടെ എഫ് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 1 plus y dash square by root y എന്ന് വരും. അഗെയിൻ കേസ് സി ആണ്, എക്സ് മിസ്സിംഗ് ആയിട്ടുള്ള കേസാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഓയിലേഴ്സ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡോ എഫ് ബൈ ഡോ വൈ ഡാഷ് ഇൻറ്റു വൈ ഡാഷ് മൈനസ് എഫ് ഈക്വൽ ടു സി എന്നുള്ളതാണ് വരിക. അഗെയിൻ ഇവിടെ സാധാരണ പോലെ ചെയ്യുക. പക്ഷെ ഇവിടെ ഒരു ചെറിയ പ്രശ്നം വരിക. നമുക്ക് കണ്ടോ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് വൈ ബൈ വൈ എന്നുള്ളതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് കിട്ടുക. അപ്പം അത് സോൾവ് ചെയ്യണം. അത് സെപ്പറബിൾ ഇക്വേഷൻ ആണ്, പക്ഷെ അത് അത്ര പെട്ടെന്ന് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ എന്താ പറയുക റൂട്ട് ഓഫ് വൈ ബൈ കെ സ്ക്വയർ മൈനസ് വൈ എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. സബ്സ്റ്റിറ്റ്യൂഷൻ വഴിയാണ് അത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. നമ്മൾ +2 പഠിക്കുന്നതാണ് അത്. യു പുട്ട് y ഈക്വൽ ടു കെ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. y ഈക്വൽ ടു കെ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് 2k സ്ക്വയർ സൈൻ തീറ്റ കോസ് തീറ്റ ഡി തീറ്റ ബൈ ഡി എക്സ് എന്നായി മാറും. പിന്നെ ഈ റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് വൈ ബൈ വൈ എന്നുള്ളതിൽ വൈക്ക് പകരം കെ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡി വൈ ബൈ ഡി എക്സിന് പകരം 2k സ്ക്വയർ സൈൻ തീറ്റ കോസ് തീറ്റ ഡി തീറ്റ ബൈ ഡി എക്സ് എന്നും റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് വൈ ബൈ വൈക്ക് പകരം കോസ് തീറ്റ ബൈ സൈൻ തീറ്റ എന്ന് എഴുതുന്നു. അപ്പൊ നമുക്ക് 2k സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡി തീറ്റ ഈക്വൽ ടു ഡി എക്സ് എന്ന് കിട്ടും. അപ്പൊ അത് തീറ്റയിലും എക്സിലും ഉള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയി മാറും. അത് നമുക്ക് എന്താ ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും, അതിന് ഇന്റഗ്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. ഡി എക്സ് ഈക്വൽ ടു കെ സ്ക്വയർ ഇൻറ്റു ഈ ടു സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് പകരം 1 മൈനസ് കോസ് 2 തീറ്റ എന്ന് എഴുതിയാൽ മതി. നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എക്സ് ഈക്വൽ ടു കെ സ്ക്വയർ ഇൻറ്റു തീറ്റ മൈനസ് സൈൻ 2 തീറ്റ ബൈ 2 പ്ലസ് സം കോൺസ്റ്റന്റ് ബി എന്ന് കിട്ടും. അതായത് കെ സ്ക്വയർ ബൈ 2 ഇൻറ്റു 2 തീറ്റ മൈനസ് സൈൻ 2 തീറ്റ പ്ലസ് സം കോൺസ്റ്റന്റ് ബി എന്ന് കിട്ടും. y എന്ന് പറയുന്നത് കെ സ്ക്വയർ ബൈ 2 ഇൻറ്റു 1 മൈനസ് കോസ് 2 തീറ്റ എന്ന് കിട്ടും. അതായത് ഈ 2 തീറ്റ എന്നുള്ളതിന് പകരം നമുക്ക് 5 എന്ന് വിളിക്കുകയാണെങ്കിൽ എക്സ് ഈക്വൽ ടു എ ഇൻറ്റു 5 മൈനസ് എ എന്ന് പറയുമ്പോൾ കെ സ്ക്വയർ ബൈ 2 അതിനാണ് എ എന്ന് എടുത്തത്. എ ഇൻറ്റു 5 മൈനസ് സൈൻ 5 പ്ലസ് ബി എന്നും y ഈക്വൽ ടു ദ സെയിം എ ഇൻറ്റു 1 മൈനസ് കോസ് 5 എന്നും കിട്ടും. 2 തീറ്റയ്ക്ക് പകരം 5 എന്ന് വിളിച്ചത് മാത്രമേ ഉള്ളൂ. കെ സ്ക്വയർ ബൈ 2 പകരം എ എന്ന് വിളിച്ചു, അത്രേ ഉള്ളൂ. ഇതാണ് സൈക്ലോയിഡിന്റെ പാരാമെട്രിക് ഇക്വേഷൻ ആണിത്. എക്സ് ഈക്വൽ ടു എ ഇൻറ്റു 5 മൈനസ് സൈൻ 5 എന്നും y ഈക്വൽ ടു എ ഇൻറ്റു 1 മൈനസ് കോസ് 5. ദിസ് ഈസ് ദ ഇക്വേഷൻ ഓഫ് എ സൈക്ലോയിഡ്. അപ്പോൾ 2 പോയിന്റുകൾ തമ്മിലുള്ള ക്വിക്കസ്റ്റ് ഡിസെൻഡ് പാത്ത് എന്ന് പറയുന്നത്, ക്വിക്കസ്റ്റ് ഡിസെൻഡ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഒരു മൂവിംഗ് പാർട്ടിക്കിൾ എയിൽ നിന്ന് ബിയിലേക്ക് ഷോർട്ടസ്റ്റ് ടൈമിൽ എത്തുന്ന പാത്തിനെയാണ് ക്വിക്കസ്റ്റ് ഡിസെൻഡ് പാത്ത് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഇൻഡ്യൂഷൻ അല്ലെങ്കിൽ ഒരു ലേമാന് തോന്നുന്നത് അത് ഷോർട്ടസ്റ്റ് പാത്ത് അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ക്വിക്കസ്റ്റ് ഡിസെൻഡ് പാത്ത് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് തോന്നുമെങ്കിലും ഇറ്റ് ഈസ് നോട്ട് സ്ട്രെയിറ്റ് ലൈൻ, ഇറ്റ് ഈസ് ഇൻഫാക്ട് സൈക്ലോയിഡ് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്നത്. Is that okay? Okay, sir. Okay. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ബ്രാക്കിസ്റ്റോക്രോൺ പ്രോബ്ലം എന്നുള്ളത്. ഇതെല്ലാം ബേസിക്കലി ആ പ്രോബ്ലങ്ങളെല്ലാം വളരെ ഏജ് ഓൾഡ് പ്രോബ്ലംസ് ആണ്. നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ ഈ ബ്രാക്കിസ്റ്റോക്രോൺ പ്രോബ്ലത്തിന് ഈ കാൽക്കുലസിന്റെ മെത്തേഡിലൂടെ അല്ലാതെ ഗ്രീക്ക് മാത്തമാറ്റീഷ്യൻസ് കൊടുത്തിട്ടുള്ള പ്രൂഫ് ഒക്കെ പറയുന്നുണ്ട്. ദാറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് ഇൻഫാക്ട്.
ഈ കാൽക്കുലസ് ഒക്കെ വന്നുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഫോർമുലകളും ഇതിനുള്ള ഫോർമുല, മറ്റേത് അവർ പ്യുവർ ട്രിഗണോമെട്രി മാത്രം ഉപയോഗിച്ചിട്ടൊക്കെയാണ് അവരത് ചെയ്യുന്നത്. എനിവേ, ഇനിയും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഐസോപെരിമെട്രിക് പ്രോബ്ലംസിനെ കുറിച്ചിട്ടാണ്. അവിടെയും ചെറിയ തിയറംസ് ഒക്കെ ഉണ്ട്. അതിന്റെ പ്രൂഫൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യും, നോട്ടിൽ എഴുതിയിട്ടുണ്ടാവും. അത് നമുക്ക് അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യാം, ഐസോപെരിമെട്രിക് പ്രോബ്ലം എന്നുള്ളത്. അവിടെയും ഈ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചില പ്രോബ്ലംസ് ആണ്. മാക്സിമം ഏരിയ എൻക്ലോസ് ചെയ്യുന്ന കർവ് ഏതാണ് എന്നൊക്കെ ചോദിച്ചു. നമുക്കറിയാം സർക്കിൾ ആണെന്നുള്ളതൊക്കെ അറിയാം. അത് നമ്മൾ ഈ കാൽക്കുലസ് ഓഫ് വേരിയേഷൻ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടൊക്കെ നമ്മൾ പ്രൂവ് ചെയ്യാണ് ചെയ്യുന്നത്. പലപ്പോഴും ഈ ക്വിസ് പ്രോഗ്രാമിനൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ് ഈ ബ്രക്കി-സ്റ്റോക്സ് പ്രോബ്ലത്തിന്റെ ഒക്കെ. ഇവൻ ദോ അതിന്റെ പ്രൂഫ് ഒന്നും അറിയില്ലെങ്കിലും നമുക്ക് സൈക്ലോയിഡ് ആണ് ഷോർട്ടസ്റ്റ് ടൈമിൽ എത്തണ പാത്ത് എന്നുള്ളത് പലർക്കും അറിയാവുന്ന ഒരു കാര്യം കൂടിയായിരിക്കും എന്ന് കരുതുന്നു.